ശമ്പള പ്രതിസന്ധിക്കെതിരായ അനിശ്ചിതകാല സമരം സെക്രട്ടേറിയറ്റ് ആക്ഷൻ കൗൺസിൽ അവസാനിപ്പിക്കുന്നു. അല്പസമയത്തിനകം സമരം അവസാനിപ്പിക്കുമെന്ന് സംഘടനാ നേതാക്കൾ വ്യക്തമാക്കി. സെക്രട്ടേറിയറ്റിലെ ഭൂരിപക്ഷം ജീവനക്കാർക്കും ശമ്പളം ലഭിച്ച സാഹചര്യത്തിലാണ് തീരുമാനം. ശമ്പള വിതരണം ഉടൻ പൂർത്തിയാക്കിയിട്ടില്ലെങ്കിൽ ഡ്യൂട്ടി ബഹിഷ്കരിച്ച് പ്രതിഷേധിക്കുമെന്ന് നഴ്സുമാരുടെ സംഘടന മുന്നറിയിപ്പ് നൽകി. അൽ അമീനുണ്ട് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന്. അമീൻ, സെക്രട്ടേറിയറ്റ് ആക്ഷൻ കൗൺസിലിന്റെ സമരം പിൻവലിക്കുന്ന സർക്കാരിനെ സംബന്ധിച്ച് ആശ്വാസമാണ്. പക്ഷേ നഴ്സുമാരുടെ സംഘടന അതേസമയം സമരത്തിലേക്ക് പോകുമെന്ന സൂചനയാണ് നൽകുന്നത്. ബിനിലെ, സർക്കാർ ജീവനക്കാർക്ക് ഭൂരിപക്ഷം ആളുകൾക്കും ഇനിയും ശമ്പളം ലഭിച്ചിട്ടില്ല. രണ്ടാം ദിവസവും ശമ്പള വിതരണം ഭാഗികമായി തന്നെ തുടരുകയാണ്. പക്ഷേ സെക്രട്ടേറിയറ്റ് ജീവനക്കാരിൽ ഭൂരിപക്ഷം ആളുകൾക്കും ശമ്പളം ലഭിച്ചു തുടങ്ങി. കിട്ടേണ്ട ചില ആളുകൾക്ക് കൂടി വൈകുന്നേരത്തോടു കൂടി സാലറി ക്രെഡിറ്റായ സാഹചര്യത്തിലാണ് സെക്രട്ടേറിയറ്റ് ആക്ഷൻ കൗൺസിൽ അനിശ്ചിതകാലം പ്രഖ്യാപിച്ച് സമരം പിൻവലിക്കാൻ തീരുമാനിച്ചത്. പക്ഷേ അതേസമയം തന്നെ നഴ്സുമാരുടെ സംഘടന, സർക്കാർ ആശുപത്രികളുടെ നഴ്സുമാരുടെ സംഘടന പ്രതിഷേധവുമായി മുന്നറിയിപ്പുമായി രംഗത്തേക്ക് എത്തിയിട്ടുണ്ട്. ശമ്പളം തടഞ്ഞു വെച്ചിട്ടുള്ള സർക്കാർ നടപടി പ്രതിഷേധാർഹവും അപമാനകരവുമെന്നാണ് KGNU അറിയിച്ചിരിക്കുന്നത്. എന്ന് മാത്രമല്ല, ഉടൻ ശമ്പള വിതരണം പൂർത്തിയാക്കിയില്ല എങ്കിൽ ഡ്യൂട്ടി ബഹിഷ്കരിച്ചുകൊണ്ടുള്ള പ്രതിഷേധത്തിലേക്ക് കടക്കുമെന്നുള്ള മുന്നറിയിപ്പ് കൂടി അവർ നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ധനമന്ത്രി വ്യക്തമാക്കിയത് 3 ദിവസം കൊണ്ട് ഈ പ്രതിസന്ധി പൂർണ്ണമായും പരിഹരിക്കുമെന്നുള്ളതാണ്. അതായത് മന്ത്രി പറഞ്ഞതനുസരിച്ചിട്ടാണെങ്കിൽ നാളെ കൊണ്ട് മുഴുവൻ സർക്കാർ ജീവനക്കാർക്കും ശമ്പളം ലഭിക്കണം. പക്ഷെ അത് സാധ്യമല്ല എന്നുള്ളതാണ് മനസ്സിലാക്കാനാകുന്നത്. പരിധി നിശ്ചയിച്ചുകൊണ്ടാണ് ഇപ്പോൾ ശമ്പളം പിൻവലിക്കാൻ അവസരം ഒരുക്കിയിരിക്കുന്നത്. പക്ഷേ ഇനിയുള്ള അവധി ദിവസങ്ങളൊക്കെ വരേണ്ടതുണ്ട്. എന്ന് മാത്രമല്ല, ഈ ആദ്യ ദിനങ്ങളിൽ ശമ്പളം ലഭിക്കേണ്ട ആളുകൾക്ക് പോലും ഇപ്പോഴും പൂർണ്ണമായും ശമ്പളം ലഭിച്ചു തുടങ്ങിയിട്ടില്ല. ആ സാഹചര്യത്തിൽ മുഴുവൻ പേർക്കും ശമ്പളം ലഭിക്കാൻ ഏതാണ്ട് ഈ മാസം പകുതിയോടുകൂടി മാത്രമേ അത് സാധ്യമാകൂ എന്നുള്ളതാണ് മനസ്സിലാക്കാനാകുന്നത്. അങ്ങനെയാണെങ്കിൽ കൂടുതൽ സർക്കാർ ജീവനക്കാർ, സർവീസ് സംഘടനകൾ പ്രതിഷേധവുമായി രംഗത്തേക്ക് വരും എന്ന് തന്നെയാണ് മനസ്സിലാക്കാനാകുന്നത്. വലിയ പ്രതിസന്ധി സർക്കാരിന് മുന്നിലുണ്ട്, സാമ്പത്തിക പ്രതിസന്ധിയുണ്ട്. സർക്കാരിൻ്റെ ഒരു പ്രതീക്ഷ നാളെ ഈ കേന്ദ്ര നിലപാടിനെതിരെ സംസ്ഥാനത്തിന് നൽകാനുള്ള വിഹിതമൊക്കെ തടഞ്ഞു വെച്ചിരിക്കുന്ന കാര്യത്തിൽ സുപ്രീം കോടതിയിൽ സമർപ്പിച്ച കേസ് നാളെ സുപ്രീം കോടതി പരിഗണിക്കുന്നുണ്ട്. ആ കേസ് പരിഗണിക്കുമ്പോൾ സംസ്ഥാനത്തിന് കിട്ടാനുള്ള വിഹിതം നൽകണമെന്നതടക്കമുള്ള ഒരു അനുകൂല ഇടക്കാല ഉത്തരവുണ്ടാകുമെന്നുള്ള പ്രതീക്ഷയാണ് സർക്കാരിനുള്ളത്. അങ്ങനെ സംഭവിച്ചില്ല എങ്കിൽ, കേന്ദ്ര വിഹിതം ലഭിക്കാൻ ഇനിയും വൈകുകയാണെങ്കിൽ സംസ്ഥാന സർക്കാർ സാമ്പത്തികമായി വലിയ പ്രതിസന്ധിയിലേക്ക് ഈ സാമ്പത്തിക വർഷ അവസാനം പോവുകയും ചെയ്യും. വരും ദിവസങ്ങളിൽ കൂടുതൽ സർവീസ് സംഘടനകൾ പ്രതിഷേധവുമായി രംഗത്തേക്ക് വരുന്ന സാഹചര്യവും ഉടലെടുക്കും അങ്ങനെയാണെങ്കിൽ.